ലക്ഷ്മി നക്ഷത്ര അങ്ങനെ ലക്ഷ്മി ചേച്ചിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സുധിച്ചേട്ടൻ്റെ പെർഫ്യൂം ഇനി രേണുവിന് എനിക്കും ചിലത് പറയാനുണ്ട്. അതായത് സുധിച്ചേട്ടനെ വെച്ചിട്ട് ലക്ഷ്മി ചേച്ചി ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന കുറേ വീഡിയോസിലാണെങ്കിൽ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ചേച്ചിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചേച്ചിയെ വിമർശിച്ചിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചി ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ബേസിസിലല്ല. സുധിച്ചേട്ടൻ്റെ ഫാമിലിയിലെടുത്ത് ഇത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ട് അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ചെയ്ത സഹായത്തെ അല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശിച്ചിട്ടുള്ളത്. അത് പിന്നീട് ഒരു കോണ്ടന്റ് ആക്കി പുറത്തേക്ക് വിടുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു ഓവർഡോസ്, ലൈക്ക് എന്താ പറയുക, ഭയങ്കര എക്സാജുറേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ BGM, പിന്നെ കുറേ സ്ഥലത്തൊക്കെ സ്ലോ മോഷൻ, ഇങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് അതിൻ്റെ ഒരു ഔട്ട് വന്നപ്പോഴത്തേക്കിനാണ് കൂടുതൽ നമുക്ക് വിമർശനങ്ങൾ ഇപ്പം ചേച്ചിക്കാണെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഞാനും എൻ്റെ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ചേച്ചി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഒരിക്കലും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം അതിനെല്ലാം ഉള്ളൊരു മറുപടിയായിട്ട് ചേച്ചി ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ സുധിച്ചേട്ടൻ്റെ ആ ഒരു പെർഫ്യൂം കിട്ടിയതിന് ശേഷം സുധിച്ചേട്ടൻ്റെ വൈഫിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. കഴിഞ്ഞൊരു 2-2.5 ആഴ്ചയായിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് തമ്മിൽ പറയാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്ര എയറിൽ എന്ന് പറയുന്നവരോട് നേരെ ഒന്ന് ക്യാമറ മുകളിലേക്ക് പോട്ടെ. മുകളിൽ എന്നെ കാണുന്നില്ലല്ലോ, എന്നാ ക്യാമറ താഴേക്ക് വരട്ടെ. എൻ്റെ കാല് ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ച് നിങ്ങൾക്ക് നേരെ തല ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ആൻഡ് ഐ എം സോ മച്ച് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് എന്ന് വേണം പറയാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ സ്റ്റാർ മാജിക്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞൊരു 2 ആഴ്ച എന്ന് പറയുന്നത് 24/7 ആണ് എന്നെ നിങ്ങൾ ലൈവ് ലൈറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ എന്താ പറയുക, പോസിറ്റീവായിട്ട് ഒരുപാട് പേര് ലൈക്ക് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും പറയാനുള്ളത്, ഒരു ഏറ്റവും കൂടുതൽ ഇപ്പം ഞാനിപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ വരെ എത്ര പേരെ വന്ന് പറഞ്ഞെന്നറിയോ, അതായത് ലൈക്ക് ലക്ഷ്മി എൻ്റെ അച്ഛൻ ഇതുപോലെ മരിച്ചതാണ്, സോ എനിക്ക് ദുബായിൽ പോകണമെന്നുണ്ട്, പെർഫ്യൂം ചെയ്യണമെന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്സ് വന്നിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തവരോടും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി സംസാരിച്ചവരോടും ഒപ്പം നെഗറ്റീവ് ട്രോൾസ് ഇട്ട് എന്നെ വീണ്ടും 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 ഈ ഒരു കണ്ടന്റ് വൈറലാക്കി തന്നതിനും ഒരുപാട് താങ്ക് യു എല്ലാവരുടെ പറയാണ്. കാരണം എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഇങ്ങനെ പെർഫ്യൂം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, രേണുവിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും സംഗതി വൈറൽ. അതെ, സംഗതി വൈറൽ തന്നെയാണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എയറിൽ പോവുക എന്ന് പറയുന്നതാണ് ആ ഒരു ക്രിയേറ്ററിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റീച്ച് നല്ല രീതിയിൽ ചേച്ചിക്ക് കിട്ടി, ലൈം ലൈറ്റിൽ നിന്നു, കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇപ്പം ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ ചേച്ചിക്കെതിരെ വളരെ മോശമായിട്ട് ചേച്ചി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ വിമർശിച്ചിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ചേച്ചിയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോയിലെ കണ്ടന്റിനെ, മീൻസ് ആ ഒരു കണ്ടന്റിനെ മേക്ക് ചെയ്തൊരു രീതി, ലൈക്ക് എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന BGMൻ്റെ സ്ലോ മോഷൻ്റെ എഡിറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ വന്നതിൻ്റെതായിട്ടുള്ള അതിനെ വിമർശിച്ചിട്ടുള്ള ആളുകളുടെ അടുത്താണ് ചേച്ചി ഒരു മറുപടി പറയുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. പക്ഷേ ചേച്ചി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ വിമർശിച്ചിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു മറുപടി തന്നെയാണിത്. അതിനകത്തൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഒരു വാക്കും പറഞ്ഞു പോയി, വാക്ക് പാലിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ കൈയൊഴിഞ്ഞു പോണ ആളൊന്നും അല്ല കേട്ടോ. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഞാൻ പാലിച്ചേ തിരിച്ചു വരൂ. ഇത് കരച്ചിൽ വീഡിയോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് കരച്ചിൽ വന്ന ചിന്നുവിനെ കണ്ടിട്ട് പിന്നെ എന്റെ ഏട്ടന്റെ മണം എന്റെ അടുത്തോട്ട് കൊണ്ടു. റേണുവിനുള്ള സമ്മാനം സുധിച്ചേട്ടന് എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ സുധിച്ചേട്ടന്റെ ഈ ഒരു സ്മെല്ലാണ് എനിക്ക് കൊടുക്കാനില്ല കേട്ടോ. അപ്പം എനിക്ക് ആ കവറും കൂടെ തരുമോ? ഇത് ഞാൻ അതേപടി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം ഇത് യൂസഫ് ഭായിക്ക് ഒരു ലോഗോന്റെ ആവശ്യമൊന്നുമില്ല. ആരൊക്കെയോ പറഞ്ഞിരുന്നു പ്രൊമോഷൻ ആണെന്നൊക്കെ. ഈ ഒരു പേര് മാത്രം മതി, അതാണ് പുള്ളിയുടെ ബ്രാൻഡ്. യൂസഫ് ഭായ് എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നീതി പാലിച്ചു എന്ന് തന്നെയാണ്. കാരണം ആ ഒരു സ്മെല്ല് ബാക്കിന് രേണുവാണ് പറയേണ്ടത്. അത് സ്മെൽ ചെയ്തിട്ട് ഞാനാണ് രേണുവിന്റെ അടുത്ത് പറഞ്ഞത്, രേണു സുധിച്ചേട്ടന്റെ ഷർട്ട് ഒന്ന് എനിക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്നൊരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇട്ടിരുന്നത്. ഒരിക്കലും അല്ല. അത് ഞാൻ എന്നാ പറയാൻ, ആൾക്കാരുടെ മണ്ടത്തരമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ 75% ആൾക്കാർക്ക് അറിയാം ഞാനാണ് പറഞ്ഞത് ചിന്നുവിന്റെ അടുത്ത്. ചിന്നുവിനെ എനിക്ക് ഒന്നും അറിയത്തോലും ഇല്ല ചിന്നുവിന് ഇങ്ങനെ ഒരു സംഭവം. 90% ആൾക്കാര് ഞങ്ങളോടൊപ്പം തന്നെയാണ് കേട്ടോ. ഒരു എന്താ പറയാ, ആൺകുട്ടി ആയിട്ടുള്ള ഒരു മോനാണ് ലൈക്ക് സുധിച്ചേട്ടന്. അതുപോലെ തന്നെ അവൻ ചെറുതാണ്, അവൻ അറിയാറായിട്ടുള്ള പ്രായമായിട്ടില്ല. കുറെ പേര് പറയുന്നുണ്ട് കൊല്ലം സുധിയെ വിത്ത് ലക്ഷ്മി നക്ഷത്രം മുന്നോട്ട് എന്നുള്ളത്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറും എന്റെ മുട്ടുകാല് തല്ലി ഒടിക്കില്ലേ ബ്രോസ്. പറയുന്നവർ നിങ്ങൾ എന്തും പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. രേണുവിന്റെ നിർബന്ധത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യണേ. ഇത്രയധികം ആൾക്കാർ അങ്ങനെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ എന്നാ ശരി, ഇതും വീഡിയോ ആക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ രേണു ചേച്ചിയുടെ നിർബന്ധത്തിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് രേണു ചേച്ചി തന്നെ പറയുന്നുണ്ട്, ലക്ഷ്മിയോട് ഞാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊന്ന് പെർഫ്യൂം ആക്കി തരാമോ എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കിന് ലക്ഷ്മി ചേച്ചി ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ്, അല്ലെ, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രത്തോളം സഹായം ആ ഒരു കുടുംബത്തിന് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് കണ്ടന്റ് ആക്കി ഒരു വീഡിയോ ഇറക്കണമെന്ന് ആ ഒരു ഫാമിലി പറഞ്ഞിരുന്നോ? ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടന്റ് ആക്കിക്കോളൂ, അതൊരു വീഡിയോ ആക്കിക്കോളൂ, അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു എന്നുള്ളത് ഓക്കെ. പക്ഷേ ഇതിന് മുമ്പത്തെ വീഡിയോസ് അങ്ങനെ കണ്ടന്റ് ആക്കി ഒരു വീഡിയോ ഉണ്ടാക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നോ? അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ ലക്ഷ്മി ചേച്ചി തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത്, ഈ ഒരു വീഡിയോക്കകത്ത് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത്. പക്ഷേ അവിടെ ആണെങ്കിൽ ഇപ്പം ഈ പെർഫ്യൂം ഉണ്ടാക്കി കൊടുത്ത ആളുടെ ആണെങ്കിൽ പോലും കരയുന്നതാണെങ്കിൽ ഭയങ്കര ക്ലോസപ്പ് എടുത്തിട്ട് അതിൻ്റെ സ്ലോ മോഷന് വിത്ത് BGM സാധനങ്ങളൊക്കെ കുത്തി കയറ്റുമ്പോഴത്തേക്കിനെ കാണുന്ന ആളുകൾക്ക് ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നും, അല്ലേ? ഇപ്പം പല ആളുകളും ആണെങ്കിൽ ഇതുപോലെ പോസിറ്റീവായിട്ട് ലക്ഷ്മി ചേച്ചി പറയുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ചേച്ചിയുടെ പ്രവൃത്തിയല്ല. ഈ ഒരു കണ്ടന്റിനകത്ത് കാണിച്ചു വെച്ചേക്കുന്ന മീൻസ് ഈ പറയുന്ന എഡിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഒരു വീഡിയോക്കകത്താണെങ്കിൽ പോലും ഇതിനകത്ത് കുറേ ഇമോഷണൽ കുറേ സാധനങ്ങൾ വരുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു ഓവർഡോസ് അടിച്ച് കയറ്റിയേക്കുന്ന കുറേ BGM സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ. ഇപ്പം ഇത്രയും കണ്ടന്റ്സ് ആയപ്പോഴത്തേക്കിനും ഇതൊരു എന്താ പറയുക, ആ ഒരു അവസരത്തെ മുതലെടുക്കുന്ന രീതിയിലുള്ള ഒരു സാധനം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോക്കാം നമുക്ക്. എനിക്ക് ആക്ച്വലി ഒന്ന് അവിടെ പോയപ്പം കറക്റ്റ് ആ ഷർട്ടിന്റെ സ്മെൽ തന്നെ കേട്ടോ കിട്ടിയത്. യൂസഫ് ബൈ ടു രേണു എന്നൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ? ആരൊക്കെയോ പ്രൊമോഷനാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ആ കണ്ടന്റ് ഒക്കെ നാട്ടുകാര് പൊങ്കാലിട്ടൊക്കെ വലിച്ചു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. എന്തായാലും കൊള്ളാം. അതേ മണം തന്നെ സെയിം ആണ് സൂചിച്ചിട്ട്. ഒത്തിരി ഓവറായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് വരുമ്പോഴത്തേന് ഷർട്ടിന് വേട്ടന വരുമ്പോ ഉള്ള ആ സ്മെല്ല് നല്ല മണം. എനിക്ക് എന്താ പറയാനുള്ളേ? അച്ഛൻ്റെ സ്മെല്ലാകെ പറയുമ്പോൾ ലാസ്റ്റ് ഉമ്മ എടുക്കുമ്പോൾ മരിച്ചതിന് ശേഷം ഞാൻ രേണുവിന്റെ അടുത്തും ദുബായിന്ന് ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞേ ഇതൊരിക്കലും സുഗന്ധമല്ല കേട്ടോ. ഒന്നാമത് കുറച്ച് നാൾ ഇത് എടുത്ത് വെച്ചപ്പം അതില് നമ്മൾ പറയില്ലേ പൂപ്പൽ പിടിക്കുക, അങ്ങനെ പൂപ്പലിന്റെ സ്മെല്ലുണ്ട്, ബ്ലഡിന്റെ സ്മെല്ലുണ്ട്, സൂചേട്ടന്റെ വേർപ്പിന്റെ സ്മെല്ലുണ്ട്. യൂസഫ് ഖാനോട് ചോദിച്ചിരുന്നു കഴിക്കുമോ ചോദിച്ചിരുന്നു. അന്ന് സൂചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, വലിക്കാറുണ്ട്. ആ മണങ്ങളെല്ലാം ചേർന്നിട്ടുള്ള പക്ഷെ സുധിച്ചേട്ടന്റെ മണാണത്. ഇപ്പം ഇതിനകത്താണെങ്കിലും സുധിച്ചേട്ടന്റെ ഫാമിലിക്കാണെങ്കിൽ ചേച്ചി ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം മകനാണെങ്കിൽ പോലും പറയുന്നുണ്ട് അച്ഛൻ അവസാനമായിട്ട് കൊടുത്ത ഉമ്മ കൊടുക്കാൻ നേരം ഉണ്ടായിരുന്ന ആ ഒരു മണം എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ആ ഒരു ഫാമിലിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് ചേച്ചി ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനകത്താണെങ്കിൽ പോലും ഈ പറയുന്ന BGMൻ്റെയും ഒക്കെ ഒരു എന്താ പറയുക ഓവർഡോസ്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ കുറേ സ്ലോ മോഷൻ അടിച്ച് കയറ്റി അതിനകത്ത് നമുക്കൊരു കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഈ പറയുന്ന BGM, പിന്നെ സ്ലോ മോഷൻ എഡിറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കെങ്കിലേ നമുക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ ആ ഒരു കണ്ടന്റ് എന്താണെന്നും കൂടെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു ഹ്യൂമൻ ഇമോഷൻസിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലിയുടെ ഇമോഷൻസിനെ വെച്ചിട്ട് അപ്പം അവരുടെ സമ്മതത്തോടു കൂടി ആണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ വിട്ടേക്ക്. ഇതിന് മുമ്പത്തെ വീഡിയോസ് ആണെങ്കിൽ പോലും അതിനകത്ത് എത്രത്തോളം BGM സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഞാൻ ഇതിന് മുമ്പ് എൻ്റെ വീഡിയോസിനകത്താണെങ്കിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പേര് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ചധികം പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ട്. ഈ നെഗറ്റീവ് ആയവരോട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഈ ബ്രോസിനോടൊക്കെ പറയാനുള്ളത്, ഇന്ന് യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തന്നെ $&$ യൂട്യൂബ്, അതും എന്റെ സ്പെഷ്യൽ കേസിൽ അവരിട്ട് തരില്ല. ഞാനിന്ന് താറിലാണ് കേട്ടോ വന്നത്, താറിൽ തന്നെയാണ് ഞാൻ വന്നത്. അതായത് കിച്ചു പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം.
ആ കാരണം അതെ അതെ അതായത് ഇവിടെ വണ്ടി പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതെ ലൈസൻസ് എന്റെ ദൈവമേ. അപ്പോ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വണ്ടി അതായത് ആ ഒരു ഇപ്പം അതുമല്ല ഏറ്റവും കോമഡി എന്ന് പറയുന്നത് അയ്യോ അത് പറയണം. എന്തായാലും ആ ഒരു പെർഫ്യൂം കണ്ടിട്ടിട്ട് താരം മേടിക്കാനുള്ള ഒരു കാശ് കിട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും ചോദിക്കൂലല്ലോ അല്ലെ. സുചേട്ടൻ ജീവനോടുള്ള സമയത്ത് തൊട്ട് സുചേട്ടന്റെ മരിച്ചിട്ട് 1 വർഷം ആകുന്നു, ഏകദേശം 1 വർഷം കഴിഞ്ഞ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ചിന്നുവിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നില്ല, അന്ന് തൊട്ട് ഇന്ന് വരെയും ആരും അറിയാണ്ട് ഞങ്ങളുടെ ഫാമിലിനെ സഹായിക്കുകയും അതുപോലെ ഞങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിലും എത്ര തിരക്കുകളാണെങ്കിലും ഞങ്ങളുടെ ഒപ്പമുള്ള ചിന്നുവിന് ഇതിന്റെ ഈ കണ്ടന്റ് എടുത്തിട്ട് താറ് മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി മേടിക്കില്ലേ, ചേട്ടാ എനിക്കൊരു താറ് തരുമോ 1/2 കിലോ എന്ന് പറയുന്ന പോലെ ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് ഒരു താറ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് കിട്ടുന്നു. അതായത് ഇന്ന് പെർഫ്യൂമിന്റെ കണ്ടന്റ് ഇടുന്നു, നാളെ താറ് മേടിക്കുന്നു. ഇതൊക്കെ മാസങ്ങളോളം ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് ബ്രോ മേടിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ കണ്ടന്റ് ഇട്ടു എന്നാ എന്റെ പേരില് ഇത് റിയാക്ട് ചെയ്ത് നെഗറ്റീവായിട്ട് ചെയ്യുന്നവർ എന്നെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്റെ റിയാക്ട് ചെയ്യാത്ത എപ്പോഴാണ് അടിച്ചു വരുന്നത്? കർക്കിടകം കഴിഞ്ഞിട്ട് എത്ര യൂട്യൂബ് ചാനൽസ് ആണ് ലൈക്ക് ഇതെല്ലാം കണ്ടന്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചു കൊടുക്കും. കർക്കിടകം കഴിഞ്ഞിട്ട് കല്യാണം കിച്ചു സംഭവിച്ചായിരുന്നു. കിച്ചുവാണ് കൈപിടിച്ചു കൊടുക്കുന്നത്, കിച്ചുവാണ് ഞങ്ങൾ. അപ്പോ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഹാപ്പിലി വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ വൈറലാക്കി തരണം, നമുക്ക് എല്ലാവർക്കും ഹംബിൾ റിക്വസ്റ്റ് ആണ് പ്ലീസ്. സംഭവം ഓൾറെഡി വൈറലാണ്. കാര്യം ട്രെൻഡിങ് നമ്പർ 1 തന്നെ നിൽപ്പുണ്ട്. ഇപ്പം അറൗണ്ട് എന്താ പറയുക 1 മില്യൺ അടുപ്പിച്ച് ആവാറായി. അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വീഡിയോസ് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇതിനകത്ത്. ചേച്ചി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരേ ഒരു സാധനം പറയുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചാരിറ്റി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ, ഈ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാവരെയും കാണിച്ചു കൊണ്ടിട്ട് ഞാൻ ഇതുപോലൊരു സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ആക്കിയിട്ട് ഇത് എല്ലാ ആളുകളെയും കാണിക്കുമ്പോൾ നിങ്ങൾ അതിനെ എങ്കാര്യം നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കിന് ഇതിപ്പോൾ ചെയ്തിട്ടുള്ള സഹായം തന്നെയാണ്, അതൊരു കണ്ടന്റ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഞാനാണെങ്കിലും വിമർശിച്ചിട്ടുള്ളത് ഇപ്പോഴാണെങ്കിലും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു സാധനം എന്ന് വെച്ചാൽ ഇതൊരു ഒരാളുടെ ഒരു മരണം നമ്മളൊരു കണ്ടന്റ് ആക്കി എടുക്കുമ്പോൾ അതിനകത്ത് ആ വീട്ടിലെ ആ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസിനെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു സാധനം കൊണ്ടെത്തിക്കുന്നത് ഭയങ്കര എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. പിന്നെ ഈ താറ് വാങ്ങിച്ച വിമർശനങ്ങൾക്കെല്ലാം ആണെങ്കിൽ മറുപടി കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ചേച്ചി പറഞ്ഞത് ശരിയാണ്. ഈ പറയുന്ന ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് കിട്ടിയ പൈസയും കൊണ്ടൊന്നുമല്ല. ഈ പറയുന്ന ചേച്ചിക്ക് ഇപ്പം ആങ്കർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷോയിലൂടെ സ്റ്റാർ മാജിക്കിലൂടെ തന്നെ പെർ ഡേ എത്ര ഒരുപക്ഷെ ലക്ഷങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ ഒരുപാട് വരുമാനങ്ങളൊക്കെ ചേച്ചിക്ക് ഉണ്ടായിരിക്കും. അതൊന്നും വേറെ ആരും ചകഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാലും അറിയാം, ഈ താറ് വാങ്ങിച്ച ഇഷ്യൂ പറഞ്ഞുകൊണ്ട് പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്തൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഒരു അഭിപ്രായം ഞാൻ പറയാൻ ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ വന്നിട്ടില്ല. ഞാൻ രശ്മി ചേച്ചിയുടെ ഈ ഒരു വീഡിയോ കോണ്ടന്റ് ആക്കി എടുക്കുമ്പോൾ പോലും അതിനകത്ത് ചേച്ചി ഈ പറയുന്ന വീഡിയോ ഈ ഒരു കണ്ടന്റിനകത്ത് ഈ BGMൻ്റെയും ഈ എഡിറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഓവർഡോസ് ആയിട്ട് വന്നതിനെ പറ്റിയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ചെയ്ത് പ്രവൃത്തിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് എല്ലാവരെയും പറഞ്ഞുകൊണ്ടിട്ട് ആളുകളുടെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും ഇതുപോലെ മാസ് BGM അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമോഷണൽ BGM ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനൊരു വീഡിയോ വരുമ്പോഴത്തേക്കിന് നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് ഇത് നല്ലത് എന്ന് തന്നെയായിരിക്കും നിങ്ങൾ പറയുക. ഞാനിപ്പോഴും പറയുന്നു, ലക്ഷ്മി ചേച്ചി ചെയ്തിട്ടുള്ളത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. മറ്റാരും ചെയ്യാത്ത പോലെയുള്ള ഹെൽപ്ഫുൾ ആയിട്ട് ആ ഒരു ഫാമിലിക്ക് അത്രത്തോളം ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പം ചേച്ചി ആയിരിക്കില്ലായിരിക്കും ഈ പറയുന്ന എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഡിറ്റിംഗ് ടീം ആണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു BGM കാര്യങ്ങളൊന്നും ഇടണ്ടെന്നല്ല പറയുന്നത്. ഈ സാധനത്തിൻ്റെ ഒരു ഡോസ് ഒരു ശകലം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കുറച്ച് അരോചകമായിട്ട് നമുക്ക് തോന്നൂലേ.